بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, SSO സാഹിത്യോത്സവിന്റെ ഈ പ്രൗഢമായ വേദിയിൽ ലഹരിയെ തുരത്താം എന്ന കാലിക പ്രാധാന്യമുള്ള വിഷയത്തെ പറ്റി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. മനുഷ്യവംശത്തെ കാത്തുകൊണ്ടിരിക്കുന്ന മഹാവിപത്താണ് ലഹരി. ആദ്യം ഉപഭോക്താവിനെ ആകർഷിക്കുകയും പിന്നീട് അടിമപ്പെടുത്തിക്കൊണ്ട് നാശത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. മരിച്ചു കഴിഞ്ഞാൽ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ മറവ് ചെയ്യണം. ഖബറിൽ അതിന്റെ രുചി നുകരാമല്ലോ എന്ന് വസിയത്ത് ചെയ്ത ജനതയോട് ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഹറാമാണെന്ന് ഹബീബുനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകി. മദ്യം സർവ്വതിന്മകളുടെയും മാതാവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ എന്താണ് ഇന്നത്തെ യുവതലമുറയുടെ അവസ്ഥ? കുടിച്ചും വലിച്ചും കുത്തിവെച്ചും അവർ സ്വയം നശിച്ചു, ചുറ്റുപാടും നശിപ്പിച്ചും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് കഞ്ചാവ് എന്ന പേര് മാത്രം നാട്ടിൽ കേട്ടിരുന്നെങ്കിൽ ഇന്ന് പേരുകൾ പോലും കേൾക്കാത്ത നൂറുകണക്കിന് സിന്തറ്റിക് മയക്കുമരുന്നുകൾ ലഭ്യമാണ്. വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും ലക്ഷ്യമിട്ട് ചുറ്റിപ്പറക്കുന്ന ലഹരി മാഫിയകൾ ഇന്ന് സ്കൂൾ പരിസരത്ത് സ്ഥിരം വില്ലന്മാരാണ്. പണ്ട് രക്ഷിതാക്കൾ വാങ്ങിത്തരുന്ന മിഠായിക്ക് കാത്തു നിന്നിരുന്ന കുട്ടികൾ ഇന്ന് ലഹരിക്ക് വേണ്ടി സ്വയം രക്ഷിതാക്കളെ പോലും കൊല്ലാൻ മടിക്കാത്തവരാണ്. പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അവയ്ക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയാണ് പ്രധാനം. അതിജീവനത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചനകൾ നടത്തണം. എങ്ങനെയാണ് കൗമാരങ്ങൾ ലഹരിയിലേക്ക് പോകുന്നത് എന്ന് അന്വേഷിക്കുകയാണ് ആദ്യം വേണ്ടത്. ലഹരി നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് പിടിമുറുക്കുമ്പോൾ മാതാപിതാക്കളെ നാം എന്ത് മുൻകരുതലാണ് എടുത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളുടെ മക്കളോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട്. മക്കളെ ഇസ്ലാമികമായി വളർത്തി ഉത്തമ പൗരന്മാരാക്കി എടുക്കുക. ഇത് മാതാപിതാക്കളുടെ കടമയാണ്. നമ്മുടെ മക്കളറിയണം കുടുംബവുമായി ചേർന്ന് നിൽക്കുന്നതിന്റെ ലഹരി എന്തെന്ന്. അവരറിയണം നിസ്കാരത്തിന്റെ ലഹരി എന്തെന്ന്. അവരറിയണം ദാനധർമ്മങ്ങളുടെ ലഹരി എന്തെന്ന്. അതല്ലാതെ മദ്യവും മയക്കുമരുന്നുമല്ല. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ അംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും പൈശാചിക വൃത്തികളിൽ പെട്ടതാകുന്നു. അതിനാൽ നിങ്ങൾ അത് വർജിക്കുക. അത് വർജിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.